കുറച്ച് സമയം മുൻപ് വിൻഡി എന്നുള്ളൊരു ആപ്പിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അടുത്ത ഒരാഴ്ച കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലത്തെയുള്ള ഒരു ഹീറ്റ് കണ്ടീഷൻസാണ് വരാൻ പോകുന്നത്. അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഏകദേശം 42 degrees ആയിരിക്കും. 42 degrees ഇൻ കേരള ഇസ് വെരി ഹോട്ട്. സാധാരണ 35-36 ആയ തന്നെ ചൂടാണ്. അതുകൊണ്ട് അടുത്ത ഒരാഴ്ച നമ്മൾക്ക് വളരെയേറെ പ്രയാസങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ന്യൂസ് ഐറ്റം പോലെ നിങ്ങളോട് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയാനായിട്ടാണ് ദിസ് പെർട്ടിക്കുലർ ടൈം വി ഹാവ് ചോസൺ. ഒന്നാമതായിട്ട്, പെർട്ടിക്കുലർലി 12 മണി തൊട്ട് 3 മണി വരെയുള്ള വളരെ ചൂടുള്ള സമയത്ത് കഴിയുന്നതും പുറത്ത് പോകാതെ സൂക്ഷിക്കും. രണ്ടാമത്, ധാരാളം ഫ്ലൂയിഡ്സ്, വെള്ളമാണ്, ലൈം ജ്യൂസ്, മോര്, കോക്കനട്ട് വാട്ടർ ധാരാളം കുടിച്ചിരിക്കണം. എപ്പോഴെങ്കിലും ഈ സൺസ്ട്രോക്ക് പോലെ വരാനായിട്ടുള്ള സാധ്യതയുള്ളപ്പോൾ കഴിയുന്നതും നമ്മൾ വീടുകളിൽ തന്നെ, പ്രത്യേകിച്ച് ആ 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയം വീട്ടിൽ തന്നെ ഇരിക്കണം. തലകറക്കം, പെട്ടെന്നൊരു വേണ്ട രീതിയിലുള്ള ബോധമില്ലാതൊക്കെ തോന്നുകയാണെങ്കിൽ എത്രയും വേഗം ഇരുന്നിട്ട് നമ്മെ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യണം. നമുക്ക് പുറത്തോട്ട് പോകണമെന്നുള്ള അത്യാവശ്യമാണെങ്കിൽ നമ്മെ തന്നെ കഴിയുന്നതും കവർ ചെയ്യണം. കുട എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ കാണാം, അല്ലെങ്കിൽ ഒരു തൊപ്പിയെങ്കിലും നമ്മൾ വെച്ചിരിക്കണം. ഈ ന്യൂസ് എല്ലാവരോടും പറഞ്ഞിരിക്കണം. ആർക്കെങ്കിലും, പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്തേ ഒക്കെ ഉള്ളൂ എന്നുള്ളവരെ നമ്മൾ കഴിയുന്ന രീതിയിൽ സഹായിക്കണം. കഴിയുന്നതും ആ ജോലികൾ വെയിലില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും. നമ്മുടെ കുട്ടികളെ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ കിട്ടത്തക്ക രീതിയിൽ ധാരാളം ഫ്ലൂയിഡ്സ്, ഫ്ലാസ്കിലാവട്ടെ അല്ലെങ്കിൽ ബോട്ടിലാവട്ടെ, എങ്കിലും കഴിയുന്നത്രയും ഫ്ലൂയിഡ്സ്, വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോര്, കോക്കനട്ട് വാട്ടർ, എന്താണെങ്കിലും നമുക്ക് നമ്മെ തന്നെ ഹൈഡ്രേറ്റ് പോരും. വരുന്ന ഒരാഴ്ച എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. പെട്ടെന്ന് സൺസ്ട്രോക്ക് പോലെ വരികയാണെങ്കിൽ, ഹീറ്റ് സ്ട്രോക്ക് വരികയാണെങ്കിൽ എത്രയും വേഗം ഒരാശുപത്രിയിലോട്ട് പോകണം. അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മെ തന്നെ തണുത്ത വെള്ളം കൊണ്ട് സ്പോഞ്ചിങ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ടും ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കാനായിട്ടും, മൈൽഡ് ഫ്ലൂസ് ആവശ്യം വരും, കുടിക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ട് ഇതൊരു അവയർനെസ്സിന് വേണ്ടിയാണ് ഞാനിത് നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. വരുന്ന ഒരാഴ്ച അവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു 2 ആഴ്ചക്കകം മഴ വരും. പക്ഷേ ആ സമയം വരെ ഏറ്റവും നമ്മോട് തന്നെ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന ഒരു സഹായമാണ് സുഹൃത്തുക്കളെ, അടുത്തുള്ള എല്ലാവരോടും ഹീറ്റ് സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതെല്ലാം ഒന്ന് പറയണമെന്ന് ഫ്രം ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എൻ്റെ വിനീതമായ ഒരു അപേക്ഷയാണ്.